നാഷണൽ NGO കോൺഫെഡറേഷൻ കോഴിക്കോട്ട് ജില്ലാ പ്രവർത്തക സംഗമം നടത്തി. ദേശീയ പ്രസിഡന്റ് KN ആനന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. NGO കോൺഫെഡറേഷൻ പ്രാദേശിക സപ്പോർട്ട് ഏജൻസികൾ സംഗമത്തിൽ പങ്കെടുത്തു. നാഷണൽ NGO കോൺഫെഡറേഷൻ വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുന്ന സാമൂഹ്യ സംരംഭകത്വ പരിപാടികളുടെ പ്രാദേശിക ഇംപ്ലിമെന്റിംഗ് സപ്പോർട്ട് ഏജൻസികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജില്ലാതല പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു. ദേശീയ പ്രസിഡന്റ് KN ആനന്ദകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സാമൂഹ്യ പുരോഗതിക്കായി നിരവധി പദ്ധതികൾ CSR ഫണ്ട് പ്രയോജനപ്പെടുത്തി നടപ്പിലാക്കി വരുന്നതായി അദ്ദേഹം അറിയിച്ചു. 50% സാമ്പത്തിക സഹായത്തോടെ ഹൈടെക് കോഴിക്കോടുകൾ, ഉഷ തയ്യൽ മെഷീനുകൾ, വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പുകൾ, വനിതകൾക്കുള്ള ഹോണ്ട ആക്ടിവ 2 വീലർ, ജൈവഗ്രാമം, തീരദേശവാസികൾക്കുള്ള ജീവനോപാധികൾ തുടങ്ങി നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. സുതാര്യമായി ഇവ യഥാർത്ഥ ഉപഭോക്താക്കളിൽ എത്തിക്കുക എന്നത് ഇംപ്ലിമെന്റിംഗ് ഏജൻസികളുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നാഷണൽ കോർഡിനേറ്റർ അനന്തു കൃഷ്ണൻ പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു. ഇതൊരു ഫണ്ടിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടോ ഇല്ലെങ്കിൽ എല്ലാവരെയും ചേർത്തിട്ട് നമ്മളെല്ലാവരും കൂടെ വന്ന് നാളെ നമുക്ക് എല്ലാവർക്കും കൂടെ ഇന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടൊപ്പം ചേരണമെന്നോ ഇല്ലെങ്കിൽ ഇന്ന മതവിഭാഗത്തിനെതിരെ നിൽക്കണമെന്നോ അങ്ങനെയുള്ള യാതൊരു വിഭാഗീയ ചിന്താഗതിയും ഇല്ലാതെ ഇന്നലെ തുടങ്ങിയ ഒരു സന്നദ്ധ സംഘടനയാണെങ്കിലും ആ സന്നദ്ധ സംഘടനയെ ഉൾപ്പെടെ ഇല്ലെങ്കിൽ വർഷങ്ങളായിട്ടുള്ള ഒരു സംഘടന, ഇപ്പൊ 70 വർഷത്തെ പാരമ്പര്യമുള്ള റോട്ടറി ക്ലബിനെ കുറിച്ച് പറഞ്ഞു. 7 പതിറ്റാണ്ട് പാരമ്പര്യമുള്ള സംഘടനകൾ മുതൽ ഇന്നലെ തുടങ്ങിയ ഒരു സംഘടനയിൽ ഇന്ന് തെളിയിച്ച ഒരു സംഘടനയും കോൺഫെഡറേഷന്റെ ഭാഗമായി വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് നീങ്ങുവാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കുക എന്നതാണ് ഈ കോൺഫെഡറേഷൻ പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചത്. നമ്മുടെ സന്നദ്ധ സംഘടനകളിൽ ഇപ്പം NGO ദർപ്പണം ഇല്ലാത്തവരുണ്ട്, എന്തിനാ എടുക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. ഈ വരുന്ന ഡിസംബർ 31 കഴിയുമ്പോഴത്തേക്കും അത്തരം സംഘടനകളുടെ എല്ലാം അക്കൗണ്ട് ഫ്രീസ് ആവുകയാണ്. നമുക്ക് ദർപ്പണം എങ്ങനെ എടുക്കണമെന്ന് പോലും മലയാളികൾക്ക് ഒരുപക്ഷെ അറിവുണ്ടാകില്ല. ഞാൻ പറഞ്ഞതിൽ ഏറ്റവും താഴെ ഉള്ള ഏറ്റവും ചെറിയൊരു കാര്യമാണ്. ജില്ലാ പ്രസിഡന്റ് മോഹനൻ കോട്ടൂർ അധ്യക്ഷത വഹിച്ചു. സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ച് ദേശീയ നിർവാഹക സമിതി അംഗം ബേബി കിഴക്കേ ഭാഗം വിശദീകരിച്ചു. വിവിധ സംഘടനകളുടെ പ്രതിനിധികളായ സ്റ്റാർസ്, ഫാദർ ജോസ് പ്രകാശ്, IDC ഹനീഫ, ജവഹർ നഗർ അസോസിയേഷൻ പ്രതിനിധി സെയ്ദ് ഹാരിസ്, വി കെയർ പ്രതിനിധി ജോബി ആന്റണി, സി ട്രേഡ് ഷീൻ ചുങ്കത്ത്, വോറ അബ്ദുള്ള, സംഘടനാ ജില്ലാ സെക്രട്ടറി P സുരേഷ് ബാബു, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജാനകി തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റവന്യൂ ജില്ലാ കലോത്സവത്തിന് മാറ്റുകൂട്ടാൻ മില്ലറ്റ് മേളയും. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷത്തിൽ മില്ലറ്റ് പ്രചരണത്തിനായി നാഷണൽ സർവീസ് സ്കീമും മില്ലറ്റ് മിഷനും സഹകരിച്ചാണ് ജില്ലാ കലോത്സവം നടക്കുന്നത്.